നാം ജീവിക്കുന്ന ഈ ലോകം ആശയക്കുഴപ്പത്തിലായതിനാൽ അത് വിഡ്ഢിത്തരത്തിൻ്റെ നടുവിൽ കുടുങ്ങിയിരിക്കുന്നു. റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇറാൻ, ഉത്തര കൊറിയ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്നതായി നമ്മൾ കേൾക്കുന്നു. അതേസമയം യൂറോപ്പ് ഉക്രൈന് ആയുധ സഹായം നൽകുന്നത് നാം എതിർക്കുന്നു. നമ്മുടെ ലോകം അരാജകത്വത്തിലേക്ക് മുങ്ങിപ്പോയിരിക്കുന്നു. എങ്ങനെ ജീവിക്കാമെന്നും സമാധാനം കൈവരിക്കാമെന്നും സർവശക്തനായ ദൈവം ഒരു കൂട്ടം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ജനപ്രിയ ക്രിസ്തുമതം ആ നിർദ്ദേശം കാലഹരണപ്പെട്ടതായി കരുതി അവ ഉപേക്ഷിച്ചു. ദൈവത്തിൻ്റെ നിയമം നമ്മെ ആദ്യം സൃഷ്ടാവിനെയും നമ്മുടെ അയൽക്കാരെയും നമ്മളെപ്പോലെ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നു. എന്നാൽ ഈ നിയമങ്ങൾ ഉപയോഗശൂന്യമാണെന്ന് മതങ്ങൾ പറയുമ്പോൾ യുദ്ധങ്ങൾ നാം പ്രതീക്ഷിക്കണം. നമ്മൾ സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് മാത്രമല്ല, ഇത്തരം കൂടുതൽ സംഘർഷങ്ങൾ ആരംഭിക്കുന്നത് കാണും. പ്രതിരോധ ചെലവിന് നേതാക്കൾ തയ്യാറെടുക്കുകയാണ്. ജനങ്ങളോ പ്രതിരോധ ചെലവ് എന്നതിൻ്റെ ന്യായീകരണം അതിൻ്റെ പിന്നിലെ ന്യായവാദത്തെ ചോദ്യം ചെയ്യാതെയോ വെല്ലുവിളിക്കാതെയോ അംഗീകരിക്കുന്നു. നയങ്ങൾ പലപ്പോഴും പിന്നോക്കക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങളെക്കാൾ സാമ്പത്തിക വളർച്ചയ്ക്കും സമ്പന്ന താൽപ്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്നു. ഇത് വ്യാപകമായ കഷ്ടപ്പാടുകളിലേക്ക് നയിക്കുന്നു. ഒരു രാഷ്ട്രം അതിൻ്റെ ഏറ്റവും ദുർബലരായ പൗരന്മാരുടെ ക്ഷേമം അവഗണിക്കുമ്പോൾ അത് സാമൂഹിക അസ്ഥിരതയിലേക്കും ഒടുവിലൊരു ദേശീയ പാപം എന്ന് വിശേഷിപ്പിക്കാവുന്നതിലേക്കും നയിച്ചേക്കാം. പാപം ഒരു ദേശീയ പ്രശ്നമായി മാറുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ ഭയാനകമായിരിക്കും. ചിലർക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്നതിനാൽ അജയരാണെന്ന് തോന്നിയേക്കാം. അവർ ദേശീയ സുരക്ഷയും ആഗോള നിലനിൽപ്പും അഭിമാനവും ആത്മവിശ്വാസവും നൽകുന്നുവെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ആണവ പ്രതിരോധത്തിൻ്റെ വിശാലമായ പ്രത്യാഘാതങ്ങൾക്കും പ്രാദേശികവും ആഗോളവുമായ സുരക്ഷ നിലനിർത്തുന്നതിലെ തുടർച്ചയായ വെല്ലുവിളികളും പരിഗണിക്കേണ്ടത് നിർണായകമാണ്. അവർ കാഹളം ഊതി സകലവും ഒരുക്കുന്നു, എന്നാൽ എൻ്റെ ക്രോധം അതിൻ്റെ സകല കോലാഹലത്തിന്മേലും വന്നിരിക്കയാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല. എസേക്കിയലിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം ഒരു ആശയവിനിമയ തകർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും. ആശയവിനിമയ സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കുന്ന സൈബർ യുദ്ധം അല്ലെങ്കിൽ ഹാക്കിംഗ് സൈനിക കമാൻഡിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ തെറ്റായ വിവരങ്ങൾ നൽകുന്നതോ ധാർമ്മിക ദൃഢനിശ്ചയത്തെ ദുർബലപ്പെടുത്തുന്ന ആത്മീയ വഞ്ചന പ്രവർത്തനത്തിനുള്ള ആഹ്വാനങ്ങൾ അവഗണിക്കാൻ ഇടയാക്കുന്നു. മനുഷ്യവർഗം ശാരീരികമായിട്ടല്ല മാനസികമായി അന്ധരാക്കപ്പെട്ടിരിക്കുന്നു. കാരണം യഥാർത്ഥ അറിവിൻ്റെ ഏക ഉറവിടമായ ദൈവത്തിൻ്റെ നിയമങ്ങൾ നാം ഉപേക്ഷിച്ചു. തിരുവെഴുത്തനുസരിച്ച് ക്രിസ്തു മുൻകൂട്ടി പറഞ്ഞ സമാനതകളില്ലാത്ത ദുരിതങ്ങളുടെ ഒരു മഹാകഷ്ടത്തിലൂടെ മാത്രമേ നമുക്ക് സുബോധം വരികയുള്ളൂ എന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് പ്രസംഗകർ ഇക്കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാത്തത്? ഉത്തരം യെശയ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. കർത്താവ് പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടം ഇട്ടിരിക്കുന്നു. ഇവരെ കൊണ്ട് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയില്ല. എബ്രായ വേദപുസ്തകം അവർക്കൊരു മുദ്രയിട്ട പുസ്തകം പോലെയായി മാറിയിരിക്കുന്നു. അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഗ്രാഹ്യത്തിൻ്റെയും താക്കോലായ കൽപ്പനകൾ അവർ ഉപേക്ഷിച്ചതിനാൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ശബത്തും രാജകീയ നിയമവും നിരസിക്കുന്നതിലൂടെ സമാധാനത്തിന് പകരം യുദ്ധത്തിലേക്ക് നയിക്കുന്ന ഒരു പാത അവർ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവസാനം നീതിയുടെ അടിത്തറ ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആശയക്കുഴപ്പം വാഴുന്നു. നേതാക്കൾ ആയുധം ശേഖരിച്ചു കൊണ്ടേയിരിക്കും. രാഷ്ട്രങ്ങൾ ആഴത്തിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങും. സാധാരണക്കാർ കഷ്ടപ്പെടും. ഇന്നത്തെ ലോകം പുരാതന കാലത്തെ പ്രവാചകന്മാർ നൽകിയ മുന്നറിയിപ്പുകൾ പ്രതിഫലിപ്പിക്കുന്നു. അഹങ്കാരം, അത്യാഗ്രഹം, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് എതിരായ
മത്സരം എന്നിവ നാശത്തിലേക്ക് നയിക്കും. ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. ഇത് അപകടകരമായ സമയങ്ങളാണ്.